നമസ്കാരം, BK ടോക്സിലേക്ക് സ്വാഗതം. അടുത്തത് നമ്മുടെ ചെറിയ കൊറിയോഗ്രാഫിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട് അതിന്റെ കൊറിയോഗ്രാഫിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സോങ് നിങ്ങൾ എടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ സമയം പോലെയൊക്കെ ചെയ്ത് പഠിക്കുക. ഇത് നമ്മുടെ ക്ലാസിക്കലാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നു, ഈ ക്ലാസിക്കൽസ് ഒന്നും ഒരു വിത്ത് ഓർക്കസ്ട്ര നമ്മൾ ചെയ്യുന്നത് പോലെയല്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾക്കനുസരിച്ചാണ് അത് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്കത് ഗുണം ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ കുന്നകവരാളി രാഗത്തിലുള്ള കനകശൈലവി കാരിണി എന്ന കീർത്തനമാണ്. ആദ്യ താളത്തിലാണ്. ശ്യാമശാസ്ത്രികളുടെ ലിറിക്സ് ആണ്. വളരെ ഫേമസ് ട്രഡീഷണൽ കീർത്തനമാണ്. അതൊക്കെ എല്ലാവരും ഡാൻസ് സ്റ്റേജിൽ ചെയ്യുന്നതാണ് ഈ കീർത്തനമൊക്കെ. എനിക്ക് KS ചിത്ര പാടിയ പാട്ട് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രമായ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത് കമ്പോസ് ചെയ്യുന്നത്. ജസ്റ്റ് 5 minutes ആയിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, കോപ്പിറൈറ്റ് പ്രശ്നം കൊണ്ട് സോങ് നമുക്ക് എടുക്കാൻ പ്രയാസമാണ്. നിങ്ങൾ അത് എടുത്ത് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് ഒരു ഹമ്മിങ് ആണ്. കനകശൈലവി കാരിണി കാമകോടി ബാലെ, അതാണ് അതിന്റെ ലിറിക്സ്. ഓക്കെ, കനകശൈലവി കാരിണിയംബ കാമകോടി ബാലെ സുശീലേ കാമകോടി ബാലെ. ഇതാണ് അതിന്റെ പല്ലവി. ഞാൻ പറഞ്ഞത്ര കറക്റ്റൊന്നായിരിക്കില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് പാടിയിട്ടുള്ളൂ. അപ്പൊ കനകശൈലത്തിൽ നിഹരിക്കുന്നവൾ. ഓക്കെ, കനകശൈലം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കൈലാസമായിരിക്കണം. കനകശൈലത്തിൽ വിഹരിക്കുന്നവൾ കാമകോടി ബാലി. ഈ കനകശൈലത്തിൽ വിഹരിക്കുന്നത് പാർവതിയാണ്. അപ്പൊ വിഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദേവിയുടെ സാമ്രാജ്യമല്ലേ. അപ്പൊ അവിടെ ദേവിക്ക് എന്തും ചെയ്യാം. അതായത് അവിടെ നൃത്തം ചെയ്യാം, ദേവിക്ക് പാട്ട് പാടാം, ദേവിക്ക് വെറുതെ നടക്കാം, എന്തും ചെയ്യാം, ഡാൻസ് എന്തും ചെയ്യാം. അപ്പൊ നിങ്ങൾക്കത് ഏത് രീതിയിലും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. കാമകോടി ബാലെ, ഇതിനകത്ത് നമ്മൾ ഈ കാമകോടി എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് കോഴി കാമദേവന്മാരുടെ സൗന്ദര്യമുള്ളവൾ എന്നൊരർത്ഥം നമുക്ക് അവിടെ വരും. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ കൂടുതൽ മീനിങ്ങിലേക്ക് പോയപ്പോ കാമകോടി ബാലെ എന്ന് വെച്ചാൽ ശിവനും പാർവതിയും ഒന്നാണ്, അതായത് രണ്ടല്ല, അവർ ഒന്നായിട്ടുള്ളവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവനും വേറെയല്ല, പാർവതിയും വേറെയല്ല, അവർ ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒന്നായിട്ടുള്ളവളെ സുശീലേ, മനസ്സിന് അത്ര നല്ല സ്വഭാവ ഗുണമുള്ളവളെ ബാലെ എന്നുള്ള, ബാലെ സുന്ദരിയായ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് അതിന്റെ പല്ലവി പോണം. ഓക്കെ, എനിക്ക് ശരിക്കും പാട്ട് വെച്ചത് ചെയ്ത് കാണിക്കണം എന്നുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാത്തതിന്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അത് ഉൾക്കൊള്ളും എന്ന് എനിക്ക് അറിയണം. അപ്പൊ അതിന് സ്റ്റാർട്ടിംഗ് ഒരു ഹമ്മിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ആ ഹമ്മിങ്ങില് താഴേക്കും ദേവിയുടെ വരദാഭയ മുദ്രകൾ, അർദ്ധചന്ദ്രൻ വെച്ച് വരദാഭയ മുദ്രകൾ കാണിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. വേണേ നമുക്ക് കണ്ണടച്ചിരിക്കാം. കണ്ണടച്ചിരുന്നിട്ട് അത് നമ്മൾ ഡാൻസ് തുടങ്ങരുത്, കൈ കൂട്ടി കണ്ണടച്ചിരിക്കുക. എന്നിട്ട് കനകശൈല തുടങ്ങുമ്പോൾ കണ്ണു തുറന്ന് ദേവിയുടെ പോസിലേക്ക് വരാം. അപ്പൊ ഒന്നാമത്തെ കനകശൈല അങ്ങനെ തോന്നും. കനകശൈല രണ്ടാമത്തെ കനകശൈലത്തിന് നമ്മൾ ശൈലം കനകശൈല കൈ അങ്ങനെ തന്നെ താഴത്തേക്ക് കൊണ്ടുവരാം. അമ്പ, ആ അമ്പ അവിടെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വേണേ ചെയ്യാം. അമ്പ, അതായത് അമ്മ ഇവിടെ കലപത്മം വിടർത്തി നമ്മള് സൈഡില് ഈ മുദ്ര, അതായത് മൃഗശീർഷമല്ല, ഹംസപക്ഷം. ഓക്കെ, ഹംസപക്ഷം കാണിക്കാം. നിങ്ങൾ മൃഗശീർഷം കാണിച്ചാൽ തെറ്റൊന്നും ഉണ്ടാവില്ല, അത് കാണിച്ചു. ഓക്കെ, അപ്പൊ അമ്പ, ഇല്ലെങ്കിൽ പുലിത്ത പതാക പിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അമ്പ. വീണ്ടും അടുത്ത കനകശൈലം. അപ്പൊ ഞാൻ പറഞ്ഞത് കനകശൈലം നിങ്ങൾക്ക് എങ്ങനെ വേണം കൊടുക്കാം. ഇത് ഈ ശിഖരഹസ്തത്തിന് മൗണ്ടെയിൻ പീക്ക് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കനകശൈല, ആ ശൈലം കാണിക്കുക. ഇതൊക്കെ എന്റെ ഇഷ്ടമാട്ടോ, ഞാൻ ചെയ്യുന്ന കൊറിയോഗ്രാഫിയാണ് ഇതൊക്കെ. കനകശൈല
പാർവതിയാണ്, ദുർഗയാണ്. അപ്പം വിഹാരിണി അംബ, ഒരു കുട്ടിയെ എടുത്ത് വെച്ചതാണ് അംബ. ക്ലിയർ? ഇനി ഒന്നോടെ ഉണ്ട്. അതിന് നമ്മൾ ഇങ്ങനെ കർത്തരി മുഖം പിടിച്ചിട്ട് കനകശൈല ക്രോസ് ചെയ്യുക. കനകശൈല വിഹാരിണി, അത് വിഹാരിണി അംബ. ഇത് നമ്മളാണ് പറയുന്നത്. അതായത് ആ കനകശൈലത്തിൽ വിഹരിക്കുന്നവളെ അംബ കാമകോടി. ഞാൻ പറഞ്ഞു അതിൽ ശിവൻ, ശിവൻ, ശിവന്റെ ഇത് കാണിച്ചു. ദേവി കാമകോടി, രണ്ട് ചേർന്ന് ഒന്നാണ്. എന്നിട്ട് തിരിഞ്ഞു വന്ന് ആ ശിവനെ ചേർത്ത് പിടിക്കുന്ന ദേവി. ഞാൻ പിടിക്കണം ചെയ്യണ്ട. അപ്പൊ കാമകോടി പാലേ ഇങ്ങനെ എടുത്തു. ദെൻ മനസ്സ്, ഹൃദയം. നമ്മളിങ്ങനെ കാണിച്ച ഈ എന്താ പറയാ ഗോൾഡ് എന്ന് കാണിക്കില്ല. അപ്പൊ ഹൃദയം സുശീലേ. അല്ലെങ്കിൽ നമ്മള് ഇത് എടുത്തിട്ട് ഇങ്ങനെ എടുത്താലും മതി. മനസ്സിലായ? സുശീലേ. വീണ്ടും ഒരു കാമകോടി പാലയും കൂടെ ഉണ്ട്. നമുക്ക് അത് തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ശിവനെ എടുത്ത് ആ കാലം അങ്ങനെ തന്നെ വെച്ചിട്ട് പാർവതിയിലേക്ക് മാറുക, അല്ലെങ്കിൽ ദേവിയിലേക്ക് മാറുക. കാമകോടി, കാലം കറക്കി വരിക, പാലേ കറങ്ങി പാലേ, ദേവിയായിട്ട് നിൽക്കുക, സുശീലേ ഇതെടുക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ ഹൃദയം സ്വർണം പോലെ സുശീലേ. അതിനുശേഷം അതിലൊരു ചെറിയ ഒന്നുകൂടെ അതിലേക്ക് തട്ടുമുട്ട് ചെയ്യാനുള്ള സമയം നമുക്കില്ല അവിടെ. എന്നാൽ പോലും നമുക്ക് അവിടെ എങ്ങനെ എടുക്കാം? ഓക്കെ, അത്രയും വെച്ച് അവിടെ പല്ലവി നമുക്ക് തീർക്കാം. അപ്പൊ ശീഘ്രമായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അവിടെ അങ്ങനെ സ്റ്റോപ്പൊന്നും ആ പാട്ടിലില്ല. നമുക്ക് അങ്ങനെ എടുക്കാനൊരു തീരുമാനമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ എടുക്കുക. അതിന്റെ ബാക്കി അനുപല്ലവിയിൽ വരുമ്പോൾ വനജ ഭവ ഹരിനുതേ ദേവി ഹിമഗിരിജേ ലളിതേ സതതം വിനതം മാം പരിപാലയ ശങ്കര വനിതേ സതി മഹാത്രിപുര സുന്ദരി. ഇതാണ് അനുപല്ലവി പറഞ്ഞത്. അപ്പൊ ഇതിന്റെ നമ്മുടെ മീനിങ് നോക്കുമ്പോഴത്തേക്കും വനജ ഭവ ഹരിനുതേ ദേവി എന്ന് പറഞ്ഞാൽ വിഷ്ണുവും ബ്രഹ്മാവും പൂജിക്കുന്നവളെ ദേവി. ഹിമഗിരിജേ ലളിതേ സതതം, അതായത് ഹിമവാന്റെ പുത്രിയായിട്ടുള്ളവളെ സതതം നീ എന്നും എന്നെ രക്ഷിക്കുക. നീ ആരാണ് ആക്ച്വലി? ഇത് ഈ വിനതമ്മ, ഇത് ചില മീനിങ് നോക്കുമ്പോൾ എനിക്ക് അനുഗ്രഹങ്ങൾ തരൂന്ന് പറയുന്നുണ്ട് അതില്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സതതം എനിക്ക് എന്നെ അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ സതതം എന്നെ നീ രക്ഷിക്കുക. എങ്ങനെയുള്ളവളാണ് നീ? ശിവനെ എപ്പോഴും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവളാണ്. അതായത് ഭഗവാന്റെ പാതികയായിട്ടിരിക്കുന്നവളാണ്. മഹാത്രിപുര സുന്ദരിയാണ്. അതായത് 3 ലോകങ്ങളിലേക്കും ഏറ്റവും സൗന്ദര്യത്തോടു കൂടിയുള്ളവളാണ്. ത്രിപുരാന്തകന്മാരെ വധിച്ചവളാണ്. അപ്പോ ഇതെല്ലാം മഹാത്രിപുര സുന്ദരി. നമ്മളത് 3 ലോകങ്ങളുടെ സുന്ദരി എന്നുള്ള അർത്ഥത്തിൽ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അസുരനെ നിഗ്രഹിച്ചവൾ മഹാത്രിപുര സുന്ദരി, അത് എടുക്കാം, അത് പ്രശ്നമല്ല. അപ്പൊ ഇതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഞാൻ പറഞ്ഞ അതിനകത്ത് വനജ ഭവ ഹരിനുതേ അതെങ്ങനെയാണ്? അതിനകത്ത് ആദ്യം ബ്രഹ്മാവ്. അപ്പൊ ആദ്യം ബ്രഹ്മാവ് ചതുരം ഹംസാസ്തി. ഓക്കെ, വനജ ഭവ ഹരിനുതേ. ഓക്കെ, അതായത് ആദ്യം ബ്രഹ്മാവ് വിഷ്ണു അവര് പൂജിക്കുന്നവളെ ലളിതേ, അത് ആ പൂജിക്കുന്ന രൂപം ലളിതേ. ഹിമഗിരി തനജെ, അതായത് ഹിമവാന്റെ പർവ്വതം രാജാവ് എന്താണ് കുട്ടി എന്ന് കാണിക്കുക. എന്നിട്ട് സതതം 2 പ്രാവശ്യം ഉണ്ട് അവിടെ. അപ്പൊ രണ്ടാമത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. 4 മുഖങ്ങളോട് കൂടിയവനും പിന്നെ വിഷ്ണുവും പൂജിക്കുന്നവളെ സതതം എന്നെ
രക്ഷിക്കണം. നീ ആരാണ് ആക്ച്വലി? ശിവനെ പരിപാലിക്കുന്നവർ, അർദ്ധനാരീശ്വരി. ഓക്കെ, എന്നിട്ട് കറങ്ങി വന്നിട്ട് മഹാ ത്രിപുര സുന്ദരി. മഹാത്രിപുര സുന്ദരി അത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? ഞാൻ ആദ്യം പറഞ്ഞു മഹാ ത്രിപുരാന്തകന്മാരുടെ അല്ലെങ്കിൽ മഹാത്രിപുര സുന്ദരി ഇങ്ങനെ എടുക്കാം. അത് എനിക്ക് അങ്ങനെ മീനിങ് മനസ്സിലായിക്കൊണ്ടാണ്. അത് നിങ്ങൾ അത് ഏതെങ്കിലും ഒന്ന് അതിനകത്ത് എടുക്കുക. അപ്പൊ തിരിച്ചു വന്ന് മഹാ ത്രിപുര സുന്ദരി. ഓക്കെ, ത്രിപുര സുന്ദരി അംബ. അവിടെ ഒരു അമ്പയുണ്ട്. അപ്പം ഹാ ത്രിപുര സുന്ദരി അംബ കനകശൈല വിഹാരിണി. അപ്പൊ അങ്ങനെ നിൽക്കാം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? വിഹാരിണി അംബ കരടി വന്നിട്ട് കാമകോടി വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കണം. ബ്രഹ്മാവ്, ഹരി എന്നിവർ പൂജിക്കുന്ന ലളിതേ സതതം അത് കാണിച്ചു. വീണ്ടും 4 മുഖങ്ങളോട് അല്ലെങ്കിൽ 4 മുഖങ്ങളോട് കൂടിയവനും ബ്രഹ്മാവ് വിഷ്ണുവും പൂജിക്കുന്നവളെ സതതം മാം പിന്നെ ശിവനെ പരിപാലിക്കുന്ന ദേവി. ശിവനെ പരിപാലിക്കുന്ന ദേവി കറങ്ങി വന്നിട്ട് മഹാ ത്രിപുര സുന്ദരി കനകശൈല വിഹാരിണി അംബ കാമകോടി ബാലേ സുശീലേ കാമകോടി ബാലേ. അടുത്തത് ചരണം. അപ്പൊ ശ്യാമളാംബികെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ കാണിക്കുന്നത്? ശ്യാമളാംബികെ ശരീരം ആ കളറോട് കൂടിയവളെ ഭവാബ്ദി തരണേ. അപ്പൊ നമ്മള് സങ്കടം ഭവാബ്ദി തരണേ, അത് കളയേണ്ട സങ്കടങ്ങളെ ഇല്ലാതെ ആക്കണേ. അപ്പൊ ആ പാട്ടിന് ഹമ്മിങ് ഉണ്ട്. അപ്പൊ ഭവാബ്ദി തരണേ. അപ്പൊ നമ്മള് ഈ സൈഡിലേക്ക് ചെല്ലുക. നമ്മൾക്കിടെ അവിടെ നമ്മളത് ഭയപ്പെടുത്തുന്നതാണ് ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഓടി ഇങ്ങോട്ട് വരിക, ഭയക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് പോവാ, അയ്യോ എന്തൊക്കെയാ കാണുന്നത്. അപ്പൊ നമ്മള് ഒന്ന് കറങ്ങി വരിക, കറങ്ങി വന്നിട്ട് മുമ്പോട്ട്. ഇതിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കൂ ദേവി എന്നാണ് പറയുന്നത്. ഈ വിഷമങ്ങളെല്ലാം എനിക്ക് പോയി തരും. അതായത് ഈ ലോകത്ത് ഞാൻ നോക്കുമ്പോൾ മൊത്തം പ്രശ്നങ്ങളാണ്, മനസ്സിലായോ? ആ സങ്കടങ്ങളിൽ നിന്നെല്ലാം എന്നെ കളഞ്ഞു തരും. ഭവാബ്ദി തന്നെ ശ്യാമകൃഷ്ണ. ഞാൻ പറഞ്ഞത് ശ്യാമകൃഷ്ണ. ഞാൻ രാജാവിനെയാണ് കാണിക്കുന്നത്. ശ്യാമകൃഷ്ണ പരിപാലിനി ദേവി. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണിക്കാം? ശ്യാമകൃഷ്ണ ശ്യാമശാസ്ത്രികളെ ശ്യാമകൃഷ്ണ പരിപാലിനി ദേവി എന്നും കാണിക്കാം. 2 രീതിയിലും കാണിക്കാം. ശ്യാമകൃഷ്ണ പരിപാലിനി ദേവി. ഈ ശ്യാമകൃഷ്ണനെ വേണം നമുക്ക് ഇങ്ങനെ എഴുതണ കാണിക്കാം. കാരണം അദ്ദേഹം എഴുതുമല്ലേ. അപ്പൊ ഇങ്ങനെ വയ്ക്കാം. ശ്യാമകൃഷ്ണ പരിപാലിനി ദേവി അത് കാണിക്കാം. എന്ത് വേണം ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പരിപാലിനി അത് രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ശ്യാമളാംബികെ 2 കൈയും കാണിച്ചിട്ട് ഭംഗിയുള്ളവളെ ഭവാബ്ദി തരണേ ശ്യാമകൃഷ്ണ പരിപാലിനി ദേവി. വീണ്ടും മൂന്നാമത് ഇത് തട്ടുമിട്ടെടുക്കണം. അപ്പൊ തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി. പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളാം. ഭവാബ്ദി തരണേ ശ്യാമകൃഷ്ണ പരിപാലിനി ദേവി. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ശ്യാമശാസ്ത്രികള് രചിച്ച് പാടുന്നത് തന്നെയാണ് പരിപാലിനി ദേവി. അങ്ങനെയും കാണിക്കാം കേട്ടോ. പിന്നെ കാമിതാർത്ഥ ഫലദായി, അതായത് കാമിതാർത്ഥ നമ്മൾ മോഹിക്കുന്നതെല്ലാം തരുന്ന ദേവി കാമാക്ഷി. ഞാനത് മീനാക്ഷി. കാമാക്ഷി സകല ലോക സാക്ഷി. ഒന്നാമത് ഓക്കെ, അങ്ങനെ എടുക്കും. സകല ലോക സാക്ഷി കാണുന്നു. രണ്ടാമത്തത്
കാമിതാർത്ഥ ഫലദായകി കാമാക്ഷി. വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പൂ, ഭംഗിയുള്ള പുഷ്പം ഇങ്ങനെ എടുത്തു, എന്നിട്ട് കണ്ണ് കാണിച്ചു. കാമാക്ഷി സകല ലോക സാക്ഷി അംബ കനകശൈല വിഹാരിണി. നിൽക്കുക, ഞാൻ ആദ്യം ചെയ്ത പോലെ ഇത് മൂവ് ചെയ്ത് വരിക. എന്നിട്ട് ശിവൻ ദേവി രണ്ടും കൂടെ ചേർന്ന് ഒന്നാണ് എന്ന് കാണിക്കുക, തൊഴുക. ഓക്കെ, ഇനി ഒന്നോടെ കനകശൈലി അവിടെ ഉണ്ടെങ്കിൽ നമ്മള് കനകശൈല രണ്ട് പോസ് മാറി മാറി എടുക്കുക. കനകശൈല വിഹാരി, കയ്യില് പാത്രം, ഇവിടെ വാളം ചോര. വന്ന് കാൽക്കല് വീഴുക, മോക്ഷം തരണേന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതേ പോസ്റ്റിലേക്ക് വന്ന് ഇരിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് കനകശൈലി തരണി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്രിൻസിപ്പലാണ്. ഞാൻ പറഞ്ഞ അത്ര ശരിയാവണമെന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ നല്ല നല്ല പണ്ഡിറ്റായിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് ചെയ്യും. തെറ്റൊന്നും ചെയ്യാതിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് പാട്ട് വെച്ച് ചെയ്ത് നോക്കണം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. എൻജോയ് ഡാൻസിങ്, സെലിബ്രേറ്റ് ഡാൻസിങ്. ടേക്ക് കെയർ, ബൈ.